നമസ്തേ. ശ്രീഭദ്ര വാസ്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മുൻകാലങ്ങളിൽ വാസ്തുശാസ്ത്രപരമായി ദിഗ്നിർണയം നടത്തിയിരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ദിഗ്നിർണയം എന്ന് പറയുമ്പം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക്, നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, പടിഞ്ഞാറ് അസ്തമിക്കും എന്ന് നമുക്കറിയാം. എങ്കിലും കൃത്യമായ കിഴക്ക് പടിഞ്ഞാറും കൃത്യമായ തെക്ക് വടക്കും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വാസ്തുശാസ്ത്രം വിവരിക്കുന്നുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ മുൻകാലങ്ങളിൽ ഇത് വലിയ പറമ്പുകളിലായിരിക്കും ഇതൊക്കെ ചെയ്യാറുള്ളത്. കാരണം വലിയ കൊട്ടാരങ്ങളും വലിയ കെട്ടിടങ്ങളും നഗരാസൂത്രണത്തിനും ഒക്കെ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് വാസ്തുശാസ്ത്രം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ വ്യക്തമാവും. അപ്പം ഒരു ഗൃഹനിർമ്മാണത്തിനായി ഒരു ഭൂമിയെ കിട്ടിയാൽ നമ്മൾ ആ ഭൂമിയുടെ മധ്യത്തിൽ നിരപ്പാക്കണം. അതായത് ലെവല് ചെയ്ത് നിരപ്പാക്കി എടുക്കണം. നിരപ്പാക്കി എടുത്താൽ അവിടെ ഒരു കുറ്റി സ്ഥാപിക്കണം. കുറ്റി സ്ഥാപിക്കുമ്പം അപ്പോൾ അവിടെ ആചാര്യന്മാർ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്, അതിന് അളവൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് അരക്കോൽ നീളമുള്ള ഒരു കുറ്റി സ്ഥാപിക്കണമെന്നാണ്. അരക്കോൽ നീളമുള്ള കുറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു ചരട് കൊണ്ട് അവിടെ ഒരു വൃത്തം വരയ്ക്കണം. അതായത് നമ്മൾ ആ ഭൂമിയെ മധ്യഭാഗത്ത് ലെവലാക്കി നിരപ്പാക്കിക്കൊണ്ട് അവിടെ ഒരു അരക്കോൽ നീളമുള്ള ഒരു കുറ്റിയെ സ്ഥാപിച്ച് അതിൻ്റെ ഇരട്ടി നീളമുള്ള ചരട് കൊണ്ട് അവിടെ ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് 2 ദിവസം കൊണ്ടാണ് കൃത്യമായ ദിഗ്നിർണയം നടത്തുന്നത്. മുൻകാലങ്ങളിൽ ഇത് വലിയ ആഘോഷങ്ങളോട് കൂടി തന്നെ നടത്തപ്പെടുന്ന ഒരു ചടങ്ങായിരുന്നു എന്നാണ് നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. ഈ കാലത്ത് ഇതിൻ്റെ ആവശ്യകതയൊന്നും തന്നെയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോമ്പസുകൾ ഇഷ്ടം പോലെ നമുക്ക് ലഭിക്കും. നമുക്ക് അത് മാത്രമല്ല, നമ്മുടെ മൊബൈലിൽ തന്നെ കോമ്പസ് ഉണ്ട് കൃത്യമായ ദിക്കുകളെ കണ്ടെത്താൻ. ഇപ്പോൾ ഇവിടെ മുൻകാലങ്ങളിൽ ഇതെങ്ങനെയൊക്കെയാണ് ഇത് കണ്ടെത്തിയിരുന്നതെന്ന് അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പ്രഭാതത്തിലാണ് ഈ ചടങ്ങ് ചെയ്യപ്പെടേണ്ടത്. അതായത് പ്രഭാതത്തിൽ കുറ്റിയിൽ നിന്നും ഒരു നിഴൽ ആ വൃത്തത്തിൽ പടിഞ്ഞാറ് ഭാഗത്ത് വീഴും. അവിടെ അത് അടയാളപ്പെടുത്തണം. അതേപോലെ തന്നെ വൈകുന്നേര സമയത്തും അതേപോലെ ഒരു അടയാളം കിഴക്ക് ഭാഗത്ത് വൃത്തത്തിൽ കാണപ്പെടും. അതും നമ്മൾ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ 2-ാം ദിവസം പ്രഭാതത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് ഒരു അടയാളം പടിഞ്ഞാറ് വശത്ത് വീഴും. അതും അടയാളപ്പെടുത്തണം. അത് ആ 2 ദിവസത്തെ അടയാളങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. കാരണം എന്താണ്? അയന വ്യത്യാസം, സൂര്യൻ്റെ അയന വ്യത്യാസമാണ് അവിടെ ഈ അടയാളങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ എന്താ വേണം? ആ 2 അടയാളങ്ങളെ 3ആയി ഭാഗിക്കണം. 3ആയി ഭാഗിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ നടുക്ക് 2 തുല്യ വരകൾ കൊടുക്കുമ്പം അത് 3ആയി കഴിയും. അപ്പോൾ ആ 2 അടയാളങ്ങളെ തുല്യമായി 3ആയി വിഭജിച്ചാൽ ഇടയ്ക്ക് 2 അടയാളം വീഴും. അപ്പോൾ ആദ്യത്തെ ദിവസം നിഴൽ പതിച്ചുണ്ടായ അടയാളത്തിൻ്റെ അടുത്ത് വരുന്ന ഈ വിഭജിച്ച അടയാളവും അതേപോലെ കിഴക്ക് ഭാഗത്ത് വന്ന ഒരു അടയാളമുണ്ടല്ലോ, അവിടെയും ചേർത്ത് നമ്മളൊരു ചരട് പിടിച്ചാൽ അതാണ് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറ്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം വൃത്തത്തിൽ നിഴൽ പതിച്ച അടയാളത്തിൻ്റെ അടുത്ത് വരുന്ന, അതായത് വിഭജിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ അടയാളവും കിഴക്ക് കിട്ടിയിട്ടുള്ള അടയാളവും ചേർത്തൊരു ചരട് പിടിച്ചാൽ അതാണ് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറ്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് ആ ചരടിനെ തന്നെ അല്പം വലുതാക്കിക്കൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന പോയിന്റിൽ നിന്നും ഒരു വൃത്തം വരയ്ക്കാം. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ഉള്ള പോയിന്റിൽ നിന്നും ഒരു വൃത്തം വരയ്ക്കണം.
അപ്പോൾ ഇതേപോലെ ഒരു മത്സ്യാകൃതിയിൽ വരുന്ന ഒരു അടയാളം രൂപപ്പെടും. ആ മത്സ്യാകൃതിയിൽ വരുന്ന അടയാളത്തിൻ്റെ 2 പോയിന്റുകളെ ചേർത്ത് ഒരു ചരട് പിടിച്ചാൽ അതാണ് കൃത്യമായ തെക്ക് വടക്ക്. ഇങ്ങനെയൊക്കെ ആയിരുന്നു മുൻകാലങ്ങളിൽ കൃത്യമായ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും കണ്ടെത്തുന്നത്. അപ്പോൾ ഈ കൃത്യമായ ദിക്കുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരേ അളവിൽ തുല്യമായി നമുക്ക് അളവ് പിടിച്ചുകൊണ്ട് നമുക്ക് ആ ഭൂമിയെ ചതുരശ്രപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. എളുപ്പമായില്ലേ? അപ്പോൾ ഈ ചതുരശ്രപ്പെടുത്തിയ ഭൂമിയുടെ കിഴക്ക് വടക്കേ മൂല അതായത് ഈശാന്യ മൂല, കിഴക്ക് വടക്ക് മൂലയെ ഈശാന്യ മൂല എന്നാ പറയുന്നത്. അവിടെ നിന്നും തെക്ക് പടിഞ്ഞാറ് നിരീതി മൂലയിലേക്ക്, അതായത് കന്നിമൂല എന്ന് പറയുന്നു. അപ്പൊ കിഴക്ക് വടക്ക് ഈശാന കോണിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് നിരീതി കോണിലേക്ക് ഒരു ചരട് പിടിച്ചാൽ അതാണ് കർണസൂത്രം. അതേപോലെ തെക്ക് കിഴക്ക് അഗ്നിക്കോണിൽ നിന്നും തെക്ക് കിഴക്ക് മൂല വരുന്നതാണ് അഗ്നിക്കോണ്. അവിടെ നിന്നും ഒരു ചരട് വടക്ക് പടിഞ്ഞാറ് വായുകോണിലേക്ക് ഒരു ചരട് പിടിച്ചാൽ അതാണ് മൃത്യുസൂത്രം, അതായത് മരണസൂത്രം എന്ന് അറിയപ്പെടും. കിഴക്ക് പടിഞ്ഞാറിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു ചരട് പിടിച്ചു, അതിനെയാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തെക്ക് വടക്ക് നമ്മൾ ഒരു ചരട് പിടിച്ച് അത് കൃത്യമായി തെക്ക് വടക്ക് നമ്മൾ കണ്ടെത്തി, അതിനെയാണ് യമസൂത്രം എന്ന് പറയുന്നത്. ഒരു ഭൂമിയുടെ ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം 4 പ്രധാനപ്പെട്ട സൂത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇങ്ങനെയായിരുന്നു മുൻകാലങ്ങളിൽ നമുക്ക് ദിക്കുകളെ നിർണയിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. കാരണം കോമ്പസുകൾ നമുക്ക് സുലഭമായി ലഭിക്കും, മൊബൈലിലും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ നേടുന്നതിനായി, ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.